Hi all, welcome to my YouTube channel PSC Solutions. ഇന്ന് നമ്മൾ 100 മാർക്കിന്റെ ഒരു ഫുൾ മോക്കാണ് ചെയ്യാൻ പോകുന്നത്. വരാൻ പോകുന്ന LD ക്ലർക്കിന് വേണ്ടിയും ഖാദി ബോർഡ് LDCക്ക് വേണ്ടി. സോ നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് താഴെ ചെയ്ത് കഴിയുമ്പോൾ കമന്റ് ചെയ്യുക. 1.5 മണിക്കൂർ സെറ്റ് ചെയ്ത് തന്നെ ചെയ്യുക. 1.5 മണിക്കൂർ 90 മിനിറ്റ് ആണ് നമ്മുടെ മെയിൻ എക്സാമിന്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം എക്സാം പ്രാക്ടീസ് ചെയ്യണം. അതായത് 90 മിനിറ്റിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എത്രമാത്രം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് എനിക്ക് ശരിയാക്കാൻ പറ്റുന്നുണ്ട്, എത്ര നെഗറ്റീവ് ഞാൻ വരുന്നുണ്ട്, ഏത് ഏരിയയിലാണ് ഞാൻ വീക്കായി പോകുന്നത്, ഇതെല്ലാം മനസ്സിലാക്കണം. അല്ലാണ്ട് ചുമ്മാ കുറെ വാരി വലിച്ച് പഠിച്ചിട്ട് റിവിഷനും ഇല്ല, മോക്ക് ടെസ്റ്റും ഇല്ല, ഒന്നുമില്ലാതെ ഇരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ആദ്യം എക്സാം വരുന്ന ജില്ലക്കാർ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. നാനാ സാഹിബ് ലക്നൗ, മൗലവി അഹമ്മദുള്ള ആര, കൻവർ സിംഗ് കാൺപൂർ, ബീഗം ഹസ്രത്ത് മഹൽ ഫൈസാബാദ്. ഉത്തരം ഓപ്ഷൻ സി. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി അല്ലാത്തവ ഏതെല്ലാം? ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സത്യാഗ്രഹം ഗേദയായിരുന്നു. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ്. ഉത്തരം ഓപ്ഷൻ ബി 1 ഉം 3 ഉം. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത. ഉത്തരം ഓപ്ഷൻ ഡി ബേപ്പൂർ തിരൂർ. ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ടി പ്രകാശം. ഒലി ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏതു രാജ്യക്കാരനാണ്? ഉത്തരം ഓപ്ഷൻ സി പോർച്ചുഗീസ്. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം വാചകങ്ങൾ ശരിയാണ്? ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളി. ഉയരം 15 മുതൽ 50 കിലോമീറ്റർ വരെ. ഈ മേഖലയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി 1 ഉം 2 ഉം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ഏത്? ഉത്തരം ഓപ്ഷൻ സി. മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ ഉഷ്ണമേഖല ഇലവൊഴിയും വനങ്ങൾ. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി നോർവെസ്റ്റർ. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം. ഉത്തരം ഓപ്ഷൻ ബി കൊൽക്കത്ത. ഉപഭോക്താവിന്റെ സന്തുലിത അവസ്ഥ ഉണ്ടാകുന്നത്. ഉത്തരം ഓപ്ഷൻ സി ബഡ്ജറ്റ് ലൈനും നിസ്സംഗതാക്രമവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ. ആസ്തികളിൽ ഏറ്റവും ലിക്വിഡായ രൂപം. ഉത്തരം ഓപ്ഷൻ സി പണം. ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. 0, പോസിറ്റീവ്, നെഗറ്റീവ്. ഉൽപാദക ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഡിറൈവ്ഡ് ഡിമാൻഡ്. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ. ഉത്തരം ഓപ്ഷൻ എ ബാങ്ക് നിരക്ക്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി വീട്ടമ്മമാരുടെ സേവനം. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. 74ാം ഭേദഗതി നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണ്. നെഹ്റു, അംബേദ്കർ തുടങ്ങിയവർ തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിച്ചിരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി only 1 and 2. 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം. എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല തദ്ദേശ ഭരണ സംവിധാനം അത്യന്താപേക്ഷിതമാണ്. ഉത്തരം ഓപ്ഷൻ എ 1 ഉം 2 ഉം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത്?
തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ജനസംഖ്യ ആനുപാതികമായ സംവരണം SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്നു. ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. ഉത്തരം ഓപ്ഷൻ സി, only 2 and 3. ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത്? തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട്. ഉത്തരം ഓപ്ഷൻ സി, 1 ഉം 3 ഉം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനയിൽ ശരിയേത്? സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷന്റെ കാലാവധി 4 വർഷമാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്ന സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. ഉത്തരം ഓപ്ഷൻ ഡി, only 1 and 3. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ചാണ് പ്രസിഡന്റ് മറ്റ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാറില്ല. ഉത്തരം ഓപ്ഷൻ ബി, 1 and 2. 25. ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലോകസഭയിലും രാജ്യസഭയിലെയും കേവല ഭൂരിപക്ഷം പുറത്താക്കാൻ ആവശ്യമാണ്. ലോകസഭയിലും രാജ്യസഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി, only 1 and 3. റിറ്റുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സുപ്രീം കോടതിക്ക് മാത്രമേ റിറ്റ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിറ്റുകൾ പുറപ്പെടുവിക്കാം. പ്രധാനമായും 5 റിറ്റുകളാണ് ഉള്ളത്. ഉത്തരം ഓപ്ഷൻ സി, 2 ഉം 3 ഉം. ചുവടെ ചേർക്കുന്ന പ്രസ്താവന ശരിയേത്? സംസ്ഥാനത്തിനുള്ളിലെ കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹൈക്കോടതി. സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു. സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും. ഉത്തരം ഓപ്ഷൻ ഡി, all of the above. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 42ാം ഭേദഗതി ചെറുഭരണഘടന എന്ന് അറിയപ്പെടുന്നു. 44ാം ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി. 45ാം ഭേദഗതി സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി. ഉത്തരം ഓപ്ഷൻ എ, only 1 and 3. കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. വി ശിവൻകുട്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ആന്റണി രാജു ആണ് ഗതാഗത വകുപ്പ് മന്ത്രി. AK ശശീന്ദ്രനാണ് വനം വകുപ്പ് മന്ത്രി. ഉത്തരം ഓപ്ഷൻ ബി, only 2 and 3. കേരള ഭരണകൂടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. 21 അംഗ മന്ത്രിസഭയാണ് ഇപ്പോൾ ഉള്ളത്. സ്പീക്കർ AN ഷംസീറിന്റെ തിരഞ്ഞെടുപ്പ് മണ്ഡലം തലശ്ശേരിയാണ്. ഉത്തരം ഓപ്ഷൻ എ, all of the above. താഴെ പറയുന്ന പ്രസ്താവന ശരിയേത്? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്നത് ധർമ്മടം മണ്ഡലത്തെയാണ്. കോവളം മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് M വിൻസെന്റിനെയാണ്. ഉത്തരം ഓപ്ഷൻ ഡി, all of the above. കേരള ഭരണകൂടവുമായി മനുഷ്യ ഹൃദയത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ, മുകളിലത്തെ 2 അറകളിൽ ഒന്ന് ഇടത് ഏട്രിയം മറ്റേത് വലത് ഏട്രിയം എന്നും താഴത്തെ 2 അറകളിൽ ഒന്ന് ഇടത് വെൻട്രിക്കിൾ മറ്റേത് വലത് വെൻട്രിക്കിൾ എന്ന് പറയപ്പെടുന്നു. വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി, 2021 ലോക പക്ഷാഘാത ദിന സന്ദേശം. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു വൈറസ് രോഗം? ഉത്തരം ഓപ്ഷൻ ഡി, ജലദോഷം. 2021 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം എന്തിനാണ് ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, ചൂടും സ്പർശനവും വേദനയും തിരിച്ചറിയുന്നതിനുമായി ബന്ധപ്പെട്ട് നാഡീവ്യൂഹത്തിലെ സ്വീകരണത്തെ കുറിച്ചുള്ള പഠനത്തിന്. തയാമിൻ എന്ന് അറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ജീവകം B1. എന്താണ് യൂട്രോഫിക്കേഷൻ? ഉത്തരം ഓപ്ഷൻ എ, ജലാശയങ്ങളിൽ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുക. ഒരു വസ്തുവിനെ നിശ്ചലമായി നിലനിർത്തുന്ന ഒരു ശക്തിയാണ് സ്ഥിത ഘർഷണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്?
ഉത്തരം എ, നാലാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. ഗുരുത്വ ത്വരണത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി, 2ഉം 4ഉം. പ്രകാശ വൈദ്യുത പ്രവാഹവുമായി ചേരാത്ത പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, 4 മാത്രം. ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം പ്രകാശ തീവ്രതയ്ക്ക് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. 2022 ഊർജ്ജതന്ത്രത്തിൽ നൊബേൽ പ്രൈസ് നേടിയത് ഏത് ഊർജ്ജതന്ത്ര ഗവേഷണത്തിന് ആയിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, ക്വാണ്ടം മെക്കാനിക്സ്. ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഏത് മൂലകത്തിന്റെ രൂപാന്തരത്തിന്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഫോസ്ഫറസ്. ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡ് ആയിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി, BF3. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, എഥനോൾ. ആധുനിക സിദ്ധാന്തം അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലയെ അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ഓർബിറ്റൽ. ചുവടെ തന്നിരിക്കുന്ന കവികളിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരെല്ലാം? ജി ശങ്കരക്കുറുപ്പ്, വയലോപ്പള്ളി ശ്രീധരമേനോൻ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഉത്തരം ഓപ്ഷൻ സി, 1, 3, 4. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ, ഭീതി വേണ്ട തരികതെനിക്കു നീ എന്നീ പ്രകാരം ദാഹജലം ചോദിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, ആനന്ദൻ മാതങ്കിയോട്. മലയാള ചെറുകഥകളും അവയുടെ ചലച്ചിത്ര ആവിഷ്കാരവുമാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ, 1ഉം 2ഉം 3ഉം ശരിയാണ്. പള്ളിവാലും കാൽച്ചിലമ്പും നിർമാല്യം, ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും വിധേയൻ, നീലവെളിച്ചം ഭാർഗവി നിലയം. സൈബർ ലോകം പ്രമേയമാക്കി നൃത്തം എന്ന നോവൽ രചിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, M മുകുന്ദൻ. മലയാള സാഹിത്യകാരനും ഗവേഷകനുമായ വെള്ളായണി അർജുനനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? സർവ്വവിജ്ഞാനകോശം ഡയറക്ടർ, 2008 പത്മഭൂഷൺ പുരസ്കാരം നേടി, 3 ഡീലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ, സാക്ഷരതാ മിഷൻ ഡയറക്ടർ. ഉത്തരം ഓപ്ഷൻ സി, 1, 3, 4. അടുത്തത് മാത്സ് ആണ്. 3/12 എത്ര കൂട്ടിയാൽ 1 കിട്ടും? ഉത്തരം ഓപ്ഷൻ ബി, 3/4. 630 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ ഓടുന്നുവെങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര? ഉത്തരം ഓപ്ഷൻ എ, മണിക്കൂറിൽ 90 കിലോമീറ്റർ. ഒരാൾ 13 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 11 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായുള്ള അകലം എത്ര? ഉത്തരം ഓപ്ഷൻ എ, 10. 54 ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 55. ഒരു തോട്ടത്തിൽ 3249 തെങ്ങുകൾ ഒരേ അകലത്തിൽ നിരയായും വരിയായും നട്ടിരിക്കുന്നു. നിരയുടെ എണ്ണവും വരിയുടെ എണ്ണവും തുല്യമാണ് എങ്കിൽ ഒരു വരിയിൽ എത്ര തെങ്ങുകൾ ഉണ്ട്? ഉത്തരം ഓപ്ഷൻ സി, 57. ഒരു സംഖ്യയുടെ 4 മടങ്ങും 6 മടങ്ങും കൂട്ടിയപ്പോൾ 100 കിട്ടി എങ്കിൽ സംഖ്യയുടെ 3 മടങ്ങ് എത്ര? ഉത്തരം ഓപ്ഷൻ സി, 30. ഓഗസ്റ്റ് 1 ചൊവ്വാഴ്ചയാണെങ്കിൽ നവംബർ 30 ഏത് ദിവസമായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി, വ്യാഴം. 587 രൂപ സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. 5 വർഷം പൂർത്തിയായപ്പോൾ പലിശയും മുതലും തുല്യമായി എങ്കിൽ 100 രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ എത്ര? ഉത്തരം ഓപ്ഷൻ സി, 20. 126 പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ്? ഉത്തരം ഓപ്ഷൻ ബി, 84. 75 ക്യൂബ് മൈനസ് 25 ക്യൂബ് ഡിവൈഡഡ് ബൈ 75 സ്ക്വയർ പ്ലസ് 75 ഇൻറ്റു 25 പ്ലസ് 25 സ്ക്വയറിന്റെ ഉത്തരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 50. അടുത്തത് ഇംഗ്ലീഷ് ആണ്. Where did you go yesterday? The policeman told the boy. Choose the correct sentence in reported speech. ഉത്തരം ഓപ്ഷൻ സി. The policeman asked the boy where he had gone the previous day. The athlete dashed on the ground and cried for help. ഉത്തരം ഓപ്ഷൻ എ, lay. Find out the wrongly spelt word. ഉത്തരം ഓപ്ഷൻ ഡി. The idiom on the trot means. ഉത്തരം ഓപ്ഷൻ ബി, consecutively. The word claustrophobia means. ഉത്തരം ഓപ്ഷൻ എ, the fear of mirrors. Ballo's written
the book. ഉത്തരം ഓപ്ഷൻ ബി ഹാസിൻ ഹി. The meaning of the phrase carte blanche is. ഉത്തരം ഓപ്ഷൻ ഡി the complete freedom to act as one thinks best. The antonym of the word 68. ഉത്തരം ഓപ്ഷൻ സി necessary. Choose the correct sentence. ഉത്തരം ഓപ്ഷൻ എ I had left home before he came. The officer went dash the report many times and approved it. ഉത്തരം ഓപ്ഷൻ ബി ഓവർ. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി സ്വാദിഷ്ടം. ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം. ഉത്തരം ഓപ്ഷൻ ബി വലിയ ഭാഗം. അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദമേത്? ഉത്തരം ഓപ്ഷൻ ഡി ജനകൻ. സ്മരിക്കുക എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ വിസ്മരിക്കുക. വെൺചാമരം എന്ന പദം പിരിച്ച് എഴുതിയാൽ? ഉത്തരം ഓപ്ഷൻ സി വെൺ പ്ലസ് ചാമരം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം? ഉത്തരം ഓപ്ഷൻ ബി വിദുഷി. താഴെ പറയുന്നതിൽ ബഹുവചനമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ഭാഗവതർ. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിന്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി നിത്യാഭ്യാസി ആനയെ എടുക്കും. ശോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദമേത്? ഉത്തരം ഓപ്ഷൻ ഡി ശുഭിതൻ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ എ പാർസെക്. ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള ഒരു കിണറിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് 400 kg ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടറിന്റെ പവർ എത്ര? G = 10 മീറ്റർ പെർ സെക്കൻഡ്. ഉത്തരം ഓപ്ഷൻ ഡി 1600 വാട്ട്. ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം? ഉത്തരം ഓപ്ഷൻ സി ഉപ്പുവെള്ളം. ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം? ഉത്തരം ഓപ്ഷൻ ബി മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പ്, വെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗങ്ങളിൽ ക്രമപ്പെടുത്താം? ഉത്തരം ഓപ്ഷൻ എ മിശ്രിതം, സംയുക്തം, മിശ്രിതം. നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിന്റെ TFM ഡാഷിൽ കൂടുതൽ ആയിരിക്കും. ഉത്തരം ഓപ്ഷൻ സി 70%. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണന്റെ നോവൽ ഏത്? ഉത്തരം ഓപ്ഷൻ സി ആൽഫ. ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ റെസ്ലിംഗ്. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ചിറക്കൽ തമ്പുരാൻ. സംഘകാല സാഹിത്യത്തിൽ പരാമർശിക്കപ്പെടുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി കടലോര പ്രദേശത്തെ. ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിന്റെ പരിഭാഷയാണ്? ഉത്തരം ഓപ്ഷൻ ബി രേത് സമാധി. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി? ഉത്തരം ഓപ്ഷൻ ബി സുന്ദരിക്കണ്ടൽ. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല? ഉത്തരം ഓപ്ഷൻ ഡി പാലക്കാട്. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി? ഉത്തരം ഓപ്ഷൻ എ സർവേ ഓഫ് ഇന്ത്യ. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ മരുളിയ ആദ്യ ജില്ല? ഉത്തരം ഓപ്ഷൻ സി കോട്ടയം. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ ആര്യ സമാജം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി? ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ? ഉത്തരം ഓപ്ഷൻ ബി മതേതരത്വ, സ്ഥിതിസമത്വം. മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം? ഉത്തരം ഓപ്ഷൻ ഡി കരുണ. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? എ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം? ഉത്തരം ഓപ്ഷൻ ബി അരുൺ ഗോയൽ. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം? ഉത്തരം ഓപ്ഷൻ എ ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അന്നത്തെ ആൻസർ കീ വെച്ചിട്ടുള്ള ആൻസേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ആൻസേഴ്സിൽ മാറ്റമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുന്നത് ആയിരിക്കും. അപ്പോൾ എക്സാം എഴുതി 1.5 മണിക്കൂർ സെറ്റ് ചെയ്ത് തന്നെ എക്സാം എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് താഴെ കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.